ആരംഭിക്കട്ടെ. ഈ വിഷുദിനത്തിൽ ഓണം ആഘോഷിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പ്രത്യേക ക്രിസ്തുമസ് സ്പെഷ്യൽ ചലച്ചിത്രം ഞാനും ഒരു ഗന്ധർവൻ. 2 മണിക്കൂർ പടവും 20 മണിക്കൂർ പരസ്യവുമായി വെറുക്കാതെ കാണുക ഞാനും ഒരു ഗന്ധർവൻ. അരശേഷി ആയാലും ഒരുശേഷി ആയാലും മുന്നിൽ വന്നോടെ. എനിക്ക് പേടിയാകുന്നു. നിങ്ങൾ ആരാണ്? ഞാൻ ദേവലോകത്ത് മദ്യം വിളമ്പുന്നയാളാണ്. ഏത് കോട്ടയം ദേവലോകം ബാറിലെ സപ്ലയറോ? അതല്ല, ഇത് ഒറിജിനൽ ദേവലോകം. നിങ്ങളുടെ പേരെന്താണ്? ഞാൻ ഗന്ധർവൻ. ഗന്ധർവനോ? എന്തിനു മറഞ്ഞിരിക്കുന്നത്? എന്റെ മുന്നിൽ ഒന്ന് പ്രത്യക്ഷപ്പെടാമോ? ദേവഗണങ്ങളുടെ കണ്ണിൽപ്പെടാതെ ഞാൻ മുന്നിൽ പ്രത്യക്ഷപ്പെടാം. കയ്യിലിരിക്കുന്ന ആ പാവയുടെ ഇടത്തെ ചെവികളിൽ ഒരു സ്വിച്ച് ഉണ്ടോ? അതിന്റെ മുഖത്തുള്ള ചെറിയ അടപ്പ് വന്നിട്ട് 2 ബാറ്ററി ഇട്ടിട്ട് ആ സ്വിച്ച് ഓൺ ചെയ്യൂ. ശരി, ഇപ്പൊ തന്നെ ചെയ്തേക്കാം. അതെ, ഞാൻ ഗന്ധർവൻ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമായിട്ട് ഞാൻ ഗന്ധർവനാ. അമ്മച്ചാണ്. ദൈവമുണ്ടോ? ഈ സ്ഥലത്തിലേക്ക് വലിയ ദൈവമുണ്ട്. പുറത്ത് ഈ സംഭവം ഉണ്ട്. ദൈവമുണ്ടോ? ഈ എല്ലാ സംഭവങ്ങളും ഉണ്ട്. സത്യമായിട്ട് ഗന്ധർവൻ തന്നെ. പക്ഷേ ഗന്ധർവന്മാരുടെ കാല് നിലത്ത് വെക്കാറില്ലല്ലോ. അത് 2 കൂടുതൽ അടിച്ചാലേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ നിലത്ത് തന്നെ വെക്കും. അത് തന്നെയല്ല, ഗന്ധർവന്മാർ സുന്ദരന്മാരാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നത്. കൊച്ചൊന്ന് കണ്ണടച്ച് നോക്കിയേ. എനിക്ക് ആവശ്യത്തിന് സൗന്ദര്യം ഇല്ലേന്ന്. പിന്നെ ആനപ്പിണ്ടത്തിൽ സ്വർണ്ണമാല ഇട്ടതുപോലെയുണ്ട്. ഞാൻ എന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് കാണിക്കട്ടെ? തീർച്ചയായും. പക്ഷെ അവർക്ക് എന്നെ കാണാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. അതെന്താ? കന്യകമാർക്ക് മാത്രമേ എന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. എന്താ? കന്യകമാർക്ക് മാത്രമേ എന്നെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഓ, അങ്ങനെ. ഞങ്ങളത് വിവാഹം വെച്ചിട്ടില്ല. എടി ചമ്മക്കര രമണി, ഓച്ചോ ശാന്തേ, കമലമേരി, വൈറ്റില സരസു. പേര് കേട്ടാൽ തന്നെ അറിയാം അവർക്ക് എന്നെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നേ ഇല്ല. അതെ, ഗന്ധർവൻ എങ്ങനെ എവിടെ എത്തിയത്? ദേവഗുരു കുടിക്കുന്നത് ഒളിഞ്ഞു നോക്കിയതിന് ശാപത്തെന്ന് പറഞ്ഞു വിട്ടതാ. ദേവഗുരു ഒരു പുരുഷനല്ലേ? അത് നോക്കിക്കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്. ചിരിക്കണ്ട. ചെറിയ തെറ്റുകൾക്ക് വരെ അവിടെ വലിയ ശിക്ഷയാ. പഴുപ്പിച്ച് കയ്യിൽ വെച്ച് തരും. ഇരുമ്പോ? അല്ല, ഏത്തപ്പഴം. പിന്നെ ശാപം തന്ന് ഭൂമിയിലേക്ക് പറഞ്ഞു വിടും, കന്യകമാരെ നശിപ്പിക്കാൻ. അതുകൊണ്ട് ഗന്ധർവന്മാരാരും തെറ്റ് ചെയ്യാറില്ലല്ലേ? അവിടെ തെറ്റ് ചെയ്യാൻ വേണ്ടി ഗന്ധർവന്മാരുടെ തലക്കടിയാ. കന്യകമാരെ നശിപ്പിച്ച് തിരിച്ചു ചെന്നാല് ദേവലോകത്ത് സ്ഥാനം കിട്ടും. അവിടെ സ്ഥാനം കിട്ടും. ഇവിടെ ആണെങ്കിൽ ജാമ്യം പോലും കിട്ടില്ല. നല്ല അറിവാണല്ലോ കുട്ടിമാളൂന്. എന്റെ പേരെങ്ങനെ മനസ്സിലായി? ഞാൻ കുട്ടിയെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? മേലക്കാവിലെ പൂരത്തിനാണോ? അല്ല. മാപ്പള്ളിക്കാവിലെ കുടമാറ്റത്തിന്? അല്ല. പിന്നെ? മൊബൈലിലെ ബ്ലൂടൂത്തിന്. അയ്യോ, അത് ഞാനല്ല. എന്നെ ചതിച്ചതാ. ശരീരം മാത്രമേ എന്റെ ഉള്ളൂ. ശബ്ദം വേറെ ആരുടെയാ. കുട്ടിമാളുന്റെ അമ്മ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാ. അച്ഛനോ? വൈഫ് ഹൗസിലാ. സഹോദരനോ? കാനഡയിലാ. എന്തിന്റെ ഇടയിലാ? കാനഡ അതൊരു രാജ്യമാ. ആട്ടെ, ഗന്ധർവേട്ടന്റെ അച്ഛനോ? എന്റെ അച്ഛൻ പേരെടുത്ത ഒരു ഗന്ധർവനാ. നിങ്ങളുടെ നാട്ടിൽ ഗന്ധർവന്മാരാണോ പേരെടുക്കുന്നത്? പേരല്ല, പേര്. അയ്യോ, ഞാൻ തെറ്റിദ്ധരിച്ചു. അതിരിക്കട്ടെ, ഗന്ധർവൻ അവിടെ എന്താ പണി? ഞങ്ങൾ അടിമകളാണ്. എന്നും എന്ത് പണി ചെയ്താലും ആട്ടും തുപ്പും മാത്രം. എന്ന് മാട്ടുസൂപ്പ് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാ. ആട്ടുസൂപ്പല്ല,
ചടങ്ങ് എന്റെ ഇല്ല. അതല്ല, ഗന്ധർവൻ കല്യാണം കഴിച്ചതാണോ? ഞാനൊരു ചൈനക്കാരിയെ കല്യാണം കഴിച്ചു, 2 വർഷം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചു. അതെന്താ? ചൈനയുടെ സാധനമല്ലേ, 2 വർഷത്തിൽ കൂടുതലൊന്നും ഉപയോഗിക്കാൻ പറ്റൂലെന്നേ. എനിക്കറിയാം, കന്യാമാരായ പെൺകുട്ടികളെ ചതിച്ചിട്ട് കടന്നു കളയുന്നവരാ ഗന്ധർവന്മാരെന്ന് മുത്തശ്ശി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താ മുത്തശ്ശിയുടെ പേര്? രുക്മിണിയമ്മ. വെറുതെ അല്ല എന്റെ അപ്പൂപ്പ, എനിക്ക് ഇവിടെയും ചീത്തപ്പേരുണ്ടാക്കി വെച്ചിട്ടാണല്ലോ നിങ്ങൾ പോയത്. എന്താ ഇവിടെ ഒരു ദുർഗന്ധം? അയ്യോ അമ്മച്ചിയാണ്, ഞാനല്ല. അതല്ല, പാലപ്പൂവിന്റെ ദുർഗന്ധം. ഭാഗ്യം, രക്ഷപ്പെട്ടു. ഞാനേ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക, കുട്ടിയുടെ മുഖത്ത് എന്തോ ഒരു മനപ്രയാസം. അയ്യോ, അത് മനപ്രയാസമല്ല, അടപ്പായസമാ. കുടിച്ചിട്ട് വാ കഴിയില്ല. ഗുഡ് ഗേൾ. ഞാൻ കണ്ടുപിടിക്കാം. ശരി, പുള്ളിക്കാരൻ അവിടെ അങ്ങനെ ഒളിച്ചിരിക്കട്ടെ, നമുക്ക് കുറച്ചു നേരം കൂടെ സംസാരിച്ചിരിക്കാം. സംസാരിച്ചിട്ട് ബോറടിച്ചത് അറിഞ്ഞില്ല. രാത്രി 1 മണി കഴിഞ്ഞ് വീട്ടിൽ ചെന്നാലേ മുത്തശ്ശി അടുത്ത് പറയും. പോകരുത്, ഇങ്ങ് വാ, ഞാൻ ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യാനല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതിനെ അങ്ങോട്ട് വരുന്നത്. കുട്ടിമാളു, നിന്റെ സൗന്ദര്യമല്ലേ മത്ത് പിടിപ്പിക്കുന്നു. അല്ല, മത്ത് പിടിപ്പിക്കുന്നു. ആരെങ്കിലും കണ്ടാലോ? ആരും കാണില്ല, ധൈര്യമായിട്ട് വാ. ആരും കാണില്ലെന്ന് ഉറപ്പാണോ? ആരും കാണില്ലെന്ന് ഉറപ്പാണ്. കുട്ടിമാളു. ഗന്ധർവ. കുട്ടി. ഗംഗ. വാ. ഈ സീൻ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടുള്ള SMS ചോദ്യം: ഗന്ധർവൻ ചതിച്ചത് കുട്ടിമാളുവിനെയാണോ? കുട്ടിമാളു ചതിച്ചത് ഗന്ധർവനെയാണോ? നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ പ്ലിഞ്ഞ എന്നും, നിങ്ങളുടെ ഉത്തരം നോ എന്നാണെങ്കിൽ ക്ലിക്കോ എന്നും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് SMS ചെയ്യുക. ഇനി അതിന് മടിയാണെങ്കിൽ മറക്കാതെ കാണുക മീഡിയ സ്റ്റാർ സിംഗർ. പങ്കെടുക്കുന്നവർ ശ്രീയേട്ട, ശരത്തേട്ട, ഉണ്ണിയേട്ട, വേണുവേട്ട, ദീരിയേട്ട. അയ്യോ തെറ്റിപ്പോയി, സോറി.